ഹലോ മക്കളെ, ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് അത്യാവശ്യം മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. മക്കളെ, ഞാനിവിടെ ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ എക്സാമോട് അടുക്കുമ്പോൾ സാർമാരോട് വന്ന് പരാതി പറയുന്ന 3 വിഷയങ്ങളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈം പെട്ടെന്ന് പോകുന്ന സമയം, പഠിക്കാൻ സമയമില്ല. അതായത് സ്കൂൾ വിട്ട് വന്ന് കുറേ എഴുതാനും വായിച്ച് പഠിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ടൈം കിട്ടാത്തത്? അത് ടൈം കുറച്ചുകൂടി എഫക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള സൊല്യൂഷൻ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, ആ സബ്ജക്റ്റ് എനിക്ക് ടഫാണ്. ചില സബ്ജക്റ്റ് നമുക്ക് കുറച്ച് ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ അതുണ്ടാവും. ആ സബ്ജക്റ്റ്, ആ 2 പ്രശ്നമാണ്. മാത്സ് എനിക്ക് പ്രശ്നം, ഹിന്ദി എനിക്ക് പ്രശ്നം. അങ്ങനെ 2 സബ്ജക്റ്റുകൾ നിങ്ങൾ ടഫായിട്ടുണ്ടാവും. അതൊരു പരാതിയായിട്ട്, എക്സാമിൽ മാർക്ക് കുറയാനുള്ള ഒരു പരാതിയായിട്ട്, റീസൺ ആയിട്ട് കുട്ടികൾ പറയാറുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് സാർ എന്ന് പറഞ്ഞുതരാം. നെക്സ്റ്റ്, പഠിക്കുന്നുണ്ട് പക്ഷേ എക്സാമിൽ വിചാരിച്ച അത്ര മാർക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അങ്ങനെ ചില കുട്ടികൾ പറയാറുണ്ട്. ഇപ്പോൾ മാത്സ് ഒക്കെയാണ് കൂടുതൽ കുട്ടികൾ പറയാറുള്ളത്. നല്ലോണം പഠിച്ചിരുന്നു, പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമുക്ക് വിചാരിച്ച അത്ര സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം. മക്കളെ, ഇതിനുള്ള റീസൺസ് നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, കൃത്യമായി പഠിക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ സമയം കിട്ടാത്തത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. മക്കളെ ശ്രദ്ധിക്കാം. യെസ്, ടൈം പെട്ടെന്ന് പോകുന്നു, പഠിക്കാൻ സമയമില്ല എന്നുള്ളത് കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് കാരണം എന്ന് വെച്ചാൽ മക്കളെ, നിങ്ങൾ സ്ക്രീൻ ടൈം കുറച്ച് കൂടുതലാണ്. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ നമുക്ക് പഠനത്തിലല്ലാത്ത പല കളികളാണ് നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നത് മക്കളെ. അത് ഒരുപാട് കുട്ടികൾ തന്നെ സാറോട് പറയാറുണ്ട് വന്നാണ്ട്, എന്ത് ചെയ്യും സാറേ, ഈ ഫോൺ കൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഈ സ്ക്രീൻ ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്തിങ്ങനെ പോയി നമുക്ക് ടൈം പോകുന്നത് നമുക്ക് അറിയില്ല. അപ്പോഴാണ് ഈ ടൈം പെട്ടെന്ന് പോകുന്നത്. എന്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നത്? ടൈം പെട്ടെന്ന് പോകണ്ടല്ല, നമ്മൾ നോക്കി ടൈം പോകണത് അറിയണമെന്നില്ല. അപ്പോൾ സ്കൂളില്ലാത്ത സമയത്തും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് ഫ്രീ ടൈമിലൊക്കെ നമ്മൾ ഫോൺ എടുക്കുന്നു, ഇൻസ്റ്റഗ്രാം കളിക്കുന്നു. അപ്പോൾ അത് എത്രത്തോളം ടൈം അവിടെ നമ്മൾ കളയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാരണം, ഉറക്കം പ്രോപ്പർ ആകാഞ്ഞിട്ടാണ്. അതായത് രാത്രി ലേറ്റായി കിടക്കുന്നു, രാവിലെ എന്ത് ചെയ്യുന്ന നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. ഈ നേരത്തെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ള സംഭവം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചിലർ പറയും, ഞാൻ രാത്രിയാണ് പഠിക്കൽ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ കഴിയില്ല. മക്കളെ, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ശീലമാക്കി മാറ്റണം. കാരണം എക്സാമോട് അടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും രാവിലെ എഴുന്നേൽക്കും. എക്സാമോട് അടുക്കുമ്പം എല്ലാവരും രാവിലെ എഴുന്നേൽക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കോൺസെൻട്രേഷനോട് ഇരിക്കാൻ കഴിയില്ല. കാരണം നമുക്കത് ശീലമില്ലാത്ത കാര്യമാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിക്കോ 5:30 എഴുന്നേറ്റ് പഠിക്കുന്നത് അവിടെ നല്ല കോൺസെൻട്രേഷനോടുകൂടി കണ്ടന്റ് നമ്മുടെ മനസ്സിലേക്ക് കയറ്റുള്ള ഒരു കറക്റ്റായിട്ടുള്ള ടൈമാണ്, ബെസ്റ്റ് ടൈമാണ് രാവിലത്തെ ടൈം എന്ന് പറഞ്ഞാൽ. സോ മക്കളെ, എല്ലാ ദിവസവും രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഇപ്പോഴേ ശീലമാക്കി കൊണ്ടുവരിക. ഒരു 6 മണിക്ക് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ അതിന് മുന്നേ കുറച്ച് ഒരു 5:30 എഴുന്നേൽക്കുക, പിന്നെ പിറ്റേ ദിവസം എന്ത് ചെയ്യുക, 5 മണിക്ക് എഴുന്നേൽക്കുക. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കൂട്ടി കൊണ്ടുവന്ന് രാവിലെ എണീറ്റ് പുതിയ കണ്ടന്റ് വായിച്ച് പഠിക്കുന്നത് രാവിലെ നിങ്ങൾ ശീലമാക്കുക. അതൊരു ടാർഗറ്റ് ആക്കി, ചെറിയ ടാർഗറ്റ്. ഇന്ന് ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും, അത് എഴുന്നേറ്റിട്ട് ഞാൻ ഈ ഒരു കണ്ടന്റ് പഠിക്കും. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് പുതിയ കണ്ടന്റ് വായിച്ച് പഠിക്കുക. ആ സമയത്ത് നിങ്ങൾ വായിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ ബ്രെയിനിൽ കയറും. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ, എക്സാമിൻ്റെ സമയത്ത് മനസ്സിലാവുള്ളൂ. സോ അതൊരു ശീലമാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം കിട്ടുന്നത് നിങ്ങൾ കൂടും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. സ്ക്രീൻ ടൈം എന്ത് ചെയ്യണം, കുറച്ച് കൺട്രോൾ ചെയ്യുക. അടുത്തതായിട്ട് എൻ്റെ ഒരുപാട് മക്കൾ പ്രശ്നം പറയുന്ന ഒരു കാര്യമാണ് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം ഉണ്ടാവും. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് നല്ല ടഫായിരിക്കും. അപ്പോൾ അത് മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. ആ സബ്ജക്റ്റ് എനിക്ക് ടഫാണ് എന്നൊരു എക്സ്ക്യൂസ് ആയി അങ്ങോട്ട് പറയും. മാത്സ് എനിക്ക് ടഫാ, ഹിന്ദി എനിക്ക് ടഫാ. അപ്പോൾ ഈ ഒരു സാധനം പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ടഫായിട്ട് സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ മക്കളെ, ഏതാണ് നിങ്ങൾക്ക് ടഫായി തോന്നുന്ന സബ്ജക്റ്റ്, അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ചെറിയൊരു സമയം നമ്മൾ മാറ്റി വെക്കുക. അല്ലാതെ നമുക്ക് ആ ടഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സാം കഴിഞ്ഞിട്ടും എനിക്ക് ടഫ് ആയതുകൊണ്ട് ആ സബ്ജക്റ്റിൽ ഓൾറെഡി എനിക്ക് ടഫാണ്, അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യും, നല്ല മാർക്ക് ഡൗൺ ആയി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് കുറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ടഫായ സബ്ജക്റ്റുകൾ നമ്മൾ എല്ലാ ദിവസവും ചെറിയ ഒരു 10 മിനിറ്റോ, ഇപ്പം ചില ദിവസങ്ങളിൽ നമുക്ക് കെമിസ്ട്രി പഠിക്കണമെന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ടാവും. ആ സമയത്ത് മാത്സ് നിങ്ങൾക്ക് നല്ല ടഫായ സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഒരു ദിവസത്തെ ഒരു 10 മിനിറ്റ് മാത്സിനായിട്ട് ചിലവഴിക്കുക. എല്ലാ ദിവസവും ചെറിയൊരു സമയം മാത്സിനോ ഹിന്ദിയോ, ഞാൻ മാത്സ് പറഞ്ഞത് ഒരുപാട് കുട്ടികൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് മാത്സ്. ചിലർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിമ്പിളായ സബ്ജക്റ്റ് ആയിരിക്കും മാത്സ്. സോ മക്കളെ, നിങ്ങൾക്ക് ഏതാണോ ടഫായിട്ടുള്ളത് അതിന് എല്ലാ ദിവസവും ചെറിയൊരു സമയം വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ നമുക്ക് ആ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഈസി ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുക, അതിന് ടൈം കൊടുക്കുക. സോ നെക്സ്റ്റ്, കുറച്ച് കുട്ടികൾ പറയുന്നൊരു പ്രശ്നമാണ് മക്കളെ, പഠിക്കുന്നുണ്ട്, എക്സാം എഴുതുമ്പോൾ മാർക്ക് കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആർക്കൊക്കെ ആ പ്രശ്നം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുപാട് കുട്ടികൾ സാറോടൊന്നും പറയാറുണ്ട്, പ്രത്യേകിച്ച് മാത്സിൻ്റെ കാര്യത്തിൽ. മാത്സിൻ്റെ കോൺസെപ്റ്റുകൾ പഠിച്ചിരുന്നു, ഇക്വേഷൻസ് പഠിച്ചിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ടഫായി. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കൃത്യമായി കാണേണ്ടതുണ്ട്. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി വായിച്ച് പഠിക്കുക.
കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയാണ്, ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ച് അതിലെ കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പലതരം ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഡീറ്റെയിൽസ് എന്തെങ്കിലും കുറച്ചും കൂടി കൂട്ടുക. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്, അപ്പോൾ നേരെ ഇങ്ങനെ വായിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മളെ പ്രശ്നം. അപ്പോഴാണ് എക്സാം പേപ്പർ ടഫ് ആവുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കുക ആൻഡ് റിവൈസ് ചെയ്യുക, കൂടുതൽ റിവൈസ് ചെയ്യുക, ടൈം കൊടുത്ത് പഠിക്കുക. രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് വായിച്ച് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, എഴുതി പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ സാറൊക്കെ ഞാൻ 10ാം ക്ലാസ്സിലായ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് ന്യൂസ് പ്രിന്റുകൾ വാങ്ങിയിട്ട് പഠിച്ച കോൺസെപ്റ്റ് വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എഴുതി വെക്കും. ഓരോ ഷോർട്ട് നോട്ടുകളായിട്ട് എഴുതി പഠിക്കും. ആൻഡ് മാത്സ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആൻസർ സ്വന്തമായിട്ട് എഴുതി പഠിക്കും. എക്സാം എഴുതുന്ന പോലെ എഴുതി നോക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കുന്നത് എക്സാമിനോട് മുന്നോടിയായിട്ട് നമ്മൾ എക്സാം എഴുതുന്ന പോലെ എഴുതുന്നത് വളരെ എഫക്റ്റീവ്. ഹിന്ദി ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, സമ്മറി ഒക്കെ ക്വസ്റ്റ്യൻ നോക്കാം, സമ്മറി ഒക്കെ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. നമ്മൾ ഇങ്ങനെ വായിച്ച് പഠിക്കുന്നതിന് പകരം എഴുതി പഠിക്കുക. അപ്പോൾ എഴുതി പഠിക്കുന്നത് എക്സാം എഴുതാൻ നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ആൻഡ് റിവിഷൻ്റെ സമയത്ത് കൂടുതൽ നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എക്സാമിൽ മാർക്ക് കുറവാവണതിൻ്റെ കാരണം. നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ എഴുതി ശീലമാവണം. അപ്പോൾ മാത്സിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് റിവിഷൻ്റെ സമയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റുകളും ഇക്വേഷൻസും ഒക്കെ നിങ്ങൾ എഴുതുക. അതിൽ വാല്യൂസ് കൊടുത്ത് എഴുതി പഠിക്കുക. ഒരുപാട് ന്യൂസ് പ്രിന്റ് വാങ്ങി വെക്കുക, ന്യൂസ് പ്രിന്റിൽ എഴുതി തറവാക്കുക. റെഡി? യെസ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഈ ലാസ്റ്റ് പോയിന്റ് മക്കളെ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നതിലൂടെ മാത്രമാണ് എക്സാം പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ കൂടുതൽ എക്സാം ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അതിനായിട്ട് എന്ത് വേണം, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടണം. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ കിട്ടണം, നമുക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റുകളും നിങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പുതിയ സിലബസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് അധികം ഉപയോഗിക്കാനില്ല. പക്ഷേ മാത്സിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾ ചെയ്ത് പഠിക്കണം. അതിനായിട്ട് നമ്മുടെ എക്സാമിൻ്റെ ക്ലാസ്സുകളിൽ എന്തുണ്ട്, ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, പുതിയ സിലബസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമിൻ്റെ ബുക്ക് സെറ്റ് ഉണ്ട്, ബുക്ക് സെറ്റിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വാങ്ങിയവർക്ക് അറിയാം. അപ്പോൾ ബുക്ക് സെറ്റ് വാങ്ങുക, അതുപോലെ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ എന്തുണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് PDF ആയിട്ട് എന്തുണ്ട്, നമ്മുടെ ആപ്പിലൂടെ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് പുറമെ അതിൻ്റെ ക്ലാസ് നോട്ട്സും അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആ എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫോണിലൂടെ ആപ്പിലൂടെ PDF ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ലക്ഷ്യ ബാച്ചിൻ്റെ ഫീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് 9ാം ക്ലാസ്സിൻ്റെ ആൽഫ ബാച്ചിൻ്റെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ ശക്തി ബാച്ചിൻ്റെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിൻ്റെ സൃഷ്ടി ബാച്ചിൻ്റെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ട നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ, ഇവിടെ നിന്നാണ് നമ്പർ, അതിലൊക്കെ ഉണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ അറിയുന്നതായിരിക്കും. സോ ആപ്പിലൂടെ ലഭിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് എന്താ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ടുകൾ ആ ഒരു സമയത്ത് തന്നെ ചോദിക്കാം. ആൻഡ് ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള എല്ലാ ക്ലാസ്സുകളും ആപ്പിലൂടെ റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട്. അതിൻ്റെ നോട്ട്സും അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ്റെ സമയത്തൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, കണ്ട് കൃത്യമായി പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസും എക്സാം ക്വസ്റ്റ്യൻസും റിവിഷനും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. സോ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഈ വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല സ്കോർ തന്നെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിലേക്ക് പഠിക്കുമെന്നുള്ളവർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ മക്കളെ, അടുത്ത വീഡിയോ ആയി സർ വീണ്ടും വരാം. ബൈ.